കുളത്തൂപ്പുഴയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വയോധികന് ദാരുണാന്ത്യം. ഭീമാ മൻസിലിൽ 68-കാരനായ ബഷീറാണ് മരിച്ചത്. രാവിലെ കുളത്തൂപ്പുഴ ടൗണിലേക്ക് പോകുമ്പോഴാണ് കാട്ടുപോത്ത് ആക്രമിച്ചത്. കൊല്ലം കുളത്തൂപ്പുഴയിലാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വയോധികന് ദാരുണാന്ത്യം സംഭവിച്ചത്. ഭീമാ മൻസിലിൽ ബഷീറാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം. കുളത്തൂപ്പുഴ ടൗണിലേക്ക് പോകുന്നതിനിടെയാണ് കാട്ടുപോത്ത് ആക്രമിച്ചത്. ആക്രമണത്തിൽ ഗുരുതരമായി ബഷീറിന് പരിക്കേറ്റിരുന്നു. സംഭവത്തെ തുടർന്ന് ബഷീറിനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിന് പിന്നാലെ പ്രദേശത്ത് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. രാഷ്ട്രീയം പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. UDF ആയാലും LDF ആയാലും NDA ആയാലും ജനങ്ങൾക്ക് സംരക്ഷണം ലഭിക്കണം എന്നതാണ് പ്രശ്നം. ഏറ്റവും കാതലായ വിഷയം മനുഷ്യ ജീവനേക്കാൾ വില കാട്ടുമൃഗങ്ങൾക്ക് നൽകുന്ന നിയമമാണ് ഈ രാജ്യത്ത് മാറേണ്ടത്. ഈ നിയമം മാറ്റത്തിലൂടെ അല്ലാതെ ഇതിന് സ്ഥിരമായ ഒരു പരിഹാരം ഉണ്ടാകില്ല. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അടിയന്തരമായ നിയമ നിർമ്മാണം നടക്കണം. മനുഷ്യ ജീവന് വില ഉണ്ടാകുന്ന ഒരു നിയമം ഈ രാജ്യത്തുണ്ടാകണം. ഇപ്പം മൃഗങ്ങൾക്കുള്ള ജീവനാണ് വില കൊടുക്കുന്നത്. ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണം. വനം വകുപ്പും പോലീസ് ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്ത് എത്താൻ വൈകിയെന്നും ആക്ഷേപമുണ്ട്. കാട്ടുപോത്തിന്റെ ശല്യം ഏറെ നാളായി രൂക്ഷമാണെന്നും നിരവധി തവണ പരാതി നൽകിയിട്ടും വനം വകുപ്പ് ഫലപ്രദമായ നടപടി സ്വീകരിച്ചില്ല എന്നുമാണ് നാട്ടുകാരുടെ ആരോപണം. നിരവധി തവണ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വന്യമൃഗശല്യം ഒഴിവാക്കണമെന്ന് യാതൊരു വിലയും ഇക്കാര്യത്തിൽ വനം വകുപ്പ് സ്വീകരിച്ചിട്ടില്ല. മൃതദേഹം കളക്ടർ വരാതെ ഇവിടുന്ന് എടുക്കാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. കളക്ടർ വന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നത് വരെ ഈ ബോഡി ഇവിടുന്ന് ഇതിൻ്റെ മറ്റു നടപടിക്രമങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഞങ്ങൾ അനുവദിക്കുന്നില്ല. വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീഷണിയിൽ ജനങ്ങൾ ഭയന്നാണ് കഴിയുന്നതെന്നും അടിയന്തരമായി ശാശ്വത പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാട്ടുപോത്തിന്റെ ശല്യം സന്ധ്യയ്ക്ക് തൊട്ട് താഴ്വശത്ത് 4 എണ്ണം ഇന്നലെ രാത്രി നിൽക്കുന്നുണ്ട്. നിങ്ങൾ ലൈറ്റ് അടിച്ച് നോക്കിയതാണ്. അത് രാത്രി കയറി പോയിട്ട് രാവിലെ വെളുപ്പിന് ഇറങ്ങി വരുന്ന ഈ ഓഫീസിനയിലേക്കൂടെ. അതാണ് സംഭവം. നിത്യം ഇത് തന്നെയാണ്. എന്തോ ചെയ്യാനൊക്കെ ഞങ്ങൾ ഈ പാവങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നത്. ഞങ്ങളെയൊക്കെ കയറി വെളിയിൽ ഇറങ്ങാതിരിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക്? അയാളാണെങ്കിൽ അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. സംഭവത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നും വനം വകുപ്പ് അറിയിച്ചു. ദാരുണമായിട്ടുള്ള അന്ത്യമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അതിൽ എല്ലാവരും ദുഃഖിക്കുന്നവരോടൊപ്പം വലിയ പ്രതിഷേധവും ആളുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ DF ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കുടുംബത്തിന് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, എന്ത് ആശ്വാസമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി സഹായം അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് DF ഇവിടെ പറഞ്ഞ് നമുക്ക് ഇതിൽ പരിഹാരം കണ്ട് സമാധാനപരമായി ഇനി മേലിൽ ഒരു കാരണവശാലും ഈ കുളത്തൂപ്പുഴയോ ഫോറസ്റ്റ് മേഖലയിലെ ഒരു മനുഷ്യജീവനും ഇനി പൊലിയാൻ പാടില്ല. അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ഫോറസ്റ്റ് സ്വീകരിക്കാൻ പോകുന്നതെന്നുള്ളതിനെക്കുറിച്ച് DF പറയും നമ്മൾ കേട്ടുകൊണ്ട് നമുക്ക് അതിന് ഒരു പരിഹാരത്തിന് വേണ്ടി ഇപ്പോൾ ഉള്ള ഒരു അന്തരീക്ഷത്തിൽ നമുക്കൊരു മാറ്റം വരുത്താനും ബോഡി എടുത്ത് മാറ്റുന്നതിനും കഴിയുമെങ്കിൽ നമുക്കത് ചെയ്യണം. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.